എനിക്ക് റിയാസിനോട് നമ്മുടെ സീസണിൽ വന്നപ്പോൾ തൊട്ട് പറയാനുള്ള കാര്യം, നിന്റെ ചിന്തകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. കാലം കുറെ ആയില്ലടാ നിന്റെ വഴിക്ക് കുറുകെ ഞാൻ വന്നിട്ട്. മറ്റൊരാളുടെ ചിന്തകളെയും മറ്റൊരാളുടെ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാനൊന്ന് പതറിപ്പോയെങ്കിലും ഇപ്പൊ ഞാൻ ഓക്കെ. നീ ഓക്കെ ആണെങ്കിൽ ഞാനും ഓക്കെയാണ്. എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. എങ്ങനെയുണ്ട് സാർ? എന്റെ സീസണിൽ വന്ന സമയത്ത് നീ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പുറത്തുള്ള കുറച്ച് കൃമികൾ എന്ന് പറഞ്ഞ് നീ സംസാരിച്ചു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പുറത്തുള്ള കുറെ കൃമികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് പറഞ്ഞു. ഞാൻ ഒരിക്കൽ പോലും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ തള്ളി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിന്റെ പോലെ നടക്കുന്ന ആൾക്കാരൊന്നും ഞാൻ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. അല്ലെന്ന് ആര് പറഞ്ഞു? അവൻ പബ്ലിക്കിന്റെ മുന്നിൽ ഹീറോയും ആവും. എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ എന്ന് കരുതിയിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരാൾ മോശം പെരുമാറി കഴിഞ്ഞാൽ അത് മോശമാണെന്ന് തന്നെ പറയുകയും ചെയ്യും. കാണാം, കണ്ടോളൂ. അപ്പൊ ഈ പുറത്ത് നോർമലായിട്ട് ജീവിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പരാജയപ്പെട്ടവരും കൃമികളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണോ? എന്തായാലും റിയാസിനെ സംബന്ധിച്ചിട്ട് റിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കൊണ്ട് ഈ ലോകം നിലനിൽക്കുന്ന ഒരു ആശയമൊന്നുമല്ല. നിനക്ക് കിട്ടിയതൊന്നും പോരല്ലടാ. പക്ഷെ അതിനർത്ഥം റിയാസിന് ഇങ്ങനെ ജീവിക്കുന്നതിന് ഈ രാജ്യത്ത് ഒരു തടസ്സവുമില്ല. ഈ രാജ്യത്ത് മറ്റു രാജ്യത്ത് തടസ്സമുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ രഹസ്യമാ, ആരും അറിയാൻ പാടില്ല. ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയുക. ദൈവമേ, തീർന്നു. സ്വയം പരാജയപ്പെട്ടവനായി മാറാതിരിക്കുക, മറ്റുള്ളവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെ സമൂഹം എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തണം. കയ്യിലിരിപ്പ് കൊണ്ടാണോ മാറ്റി നിർത്തുന്നത് എന്ന് ആദ്യം ആലോചിക്കണം. ചുമ്മാ വിളിച്ചു പറയരുത്. എന്റെ ചാൻ അങ്ങനൊന്നും ചെയ്യത്തില്ല. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? പല ആൾക്കാരും കാണിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളെ അകറ്റി നിർത്താനുള്ള കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. നേരിട്ട് പോയി കാണാം, എന്നിട്ട് ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം. ഈ ഒന്ന് കൂടെ മതി. റിയാസിന്റെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറപ്പുണ്ടാകുന്ന രീതിയിലായി മാറരുത്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഒരു പരിധിക്കപ്പുറം ഓവറാണെന്ന് റിയാസിന്റെ എല്ലാ പെരുമാറ്റവും റിയാസ് മനസ്സിലാക്കിയാൽ റിയാസിന്റെ കമ്മ്യൂണിറ്റിയോടുള്ള ആൾക്കാരുടെ വിരോധം കുറയും. ഒരു പക്ഷേ ഇല്ല, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ. ചെറിയ ചേട്ടൻ പറഞ്ഞാണ് അതിന്റെ ശരി.